മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, അത് അഭിമുഖത്തിൽ നൽകിയ കാര്യം, അതൊരു ഘട്ടത്തിൽ വിവാദമായിരുന്നതാണ്. അത് വീണ്ടും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാവുകയാണോ? അത് ഒരേപോലെ PV അൻവർ ഉന്നയിക്കുന്നു, പ്രതിപക്ഷവും ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മുബഷീർ? തീർച്ചയായും UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സൂചന നേതാക്കൾ നൽകിയതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന അത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചർച്ചയായതാണ്, വിവാദമായതാണ്. ഇക്കാര്യത്തിൽ CPM നേതാക്കളൊക്കെ തന്നെ വിശദീകരണം നടത്തിയതായിരുന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയൊക്കെ തന്നെ എങ്ങനെയാണ് വിവാദമാവുക എന്നൊരു ചോദ്യം ആ ഒരു ഘട്ടത്തിൽ CPM നേതാക്കൾ ഉന്നയിച്ച് നമ്മൾ കണ്ടതായിരുന്നു. ഇതാ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അത് ചർച്ചയാക്കാൻ തന്നെയാണ് UDF നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചെന്നിത്തലയും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ജില്ലയെ അപമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ആ ഒരു വാക്കുകൾ പിൻവലിക്കണം, മാപ്പ് പറയണമെന്നുള്ളതായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇക്കാര്യം ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ളതായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളും സമാനമായിട്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏറനാട് MLA കൂടിയായിട്ടുള്ള PK ബഷീറും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം നൽകിയ സമയത്ത് തന്നെ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പത്രത്തിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തത് സർക്കാരിന്റെ വക്താക്കളായിരുന്നു എന്നുള്ളതാണ് PK ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറത്തെ എല്ലാ കാലത്തും CPM നേതാക്കൾ അവഗണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ മലപ്പുറത്തെ കുട്ടികളൊക്കെ തന്നെ കോപ്പിയടിച്ചുകൊണ്ട് വിജയിക്കുന്നവരാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ച പിണറായി വിജയൻ നടത്തുന്നു. അതിനിയും ഉണ്ടാകുമെന്നുള്ളതാണ് PK ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, ജനങ്ങൾ അതിന് മറുപടി കൊടുക്കുമെന്നുള്ളൊരു വാദം തന്നെയാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറും സമാനമായിട്ടുള്ളൊരു അഭിപ്രായം പങ്കുവയ്ക്കുന്നു. മലപ്പുറത്തെ പിണറായി വിജയൻ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതുൾപ്പെടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന ആ ഒരു ഘട്ടത്തിൽ PV അൻവറും പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള UDF-ന്റെ വാദങ്ങളെ LDF പ്രതിരോധിക്കുന്നത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന ഒരു പ്രതികരണത്തിലൂടെയാണ്. M സ്വരാജ് ഇന്ന് അത്തരമൊരു അഭിപ്രായം നടത്തിയിട്ടുണ്ട്. ജില്ലാ രൂപീകരണ സമയത്ത് ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയ ആളുകളാണ് കോൺഗ്രസുകാർ. ആര്യാടർ മുഹമ്മദൊക്കെ തന്നെ അതിനുവേണ്ടി സമരം നടത്തിയ യാത്ര ചെയ്തിരുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് LDF നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടും ഇവിടെ നടക്കുന്ന സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതൊരിക്കലും മലപ്പുറം ജില്ലയ്ക്കെതിരല്ല. ജില്ലയിലെ ഉടനീളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നടപ്പിലാക്കിയിട്ടുള്ള ഇടതു സർക്കാരാണെന്നും ഈ ഒരു ഘട്ടത്തിൽ LDF നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും UDF വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചർച്ചയാക്കുമ്പോൾ മറുഭാഗത്ത് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമാണ് LDF ഓരോരോ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നേതാക്കൾ പരസ്പരം പോരിലേക്ക് നീങ്ങിയിരിക്കുന്നു നിലമ്പൂരിൽ എന്നുള്ളതാണ്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.